അപ്പോഴെല്ലാം നമ്മളൊന്ന് കട്ടിയാക്കി പറയണം. ഇനി ഇപ്പോൾ ശ്രദ്ധ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഇപ്പോൾ ഒരക്ഷരത്തിന് ഇതാ ബ. വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബ നമുക്ക് ബ എന്ന് പറയണം. ഒരു ശ്രദ്ധ കൊടുക്കണം ബ. അന്നേരം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബാക്കി കസർ കൊടുത്താൽ റബ്ബിൽ നമ്മൾ വായിക്കും. നമ്മളല്ലാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നങ്ങാനും പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെയാണ് പെട്ടെന്ന് നമ്മൾ ഒരു കൈയ്യെട്ടിയിട്ട് പറയുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബീനേ വരുന്നുള്ളൂ, ബിയേ വരുന്നുള്ളൂ, ഉണ്ടോ? ഇങ്ങനെ വരുന്നുള്ളൂ. നമ്മൾ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ്? റബ്ബിൽ ആലമീൻ അങ്ങനെയാണ്. എങ്കിൽ റബ്ബിൽ അതിന് വരത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ തജ്വീദ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ റബ്ബിൽ ആലമീൻ ലാലാന്നായിപ്പോൾ അതിന് അവോയ്ഡ് ആയിപ്പോൾ, സൈലൻ്റ് ആയിപ്പോൾ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ തന്നെ എല്ലാം എഴുതിപ്പിക്കണം. ഇങ്ങനെ 28 അക്ഷരങ്ങളും ശ്രദ്ധ കൊടുത്തിട്ട് പിന്നെ അനുഭവിച്ച് ബാക്കിയ എല്ലാ അക്ഷരങ്ങൾക്കും ശ്രദ്ധ കൊടുത്ത് എഴുതി നോക്കണം, പറഞ്ഞു നോക്കണം. കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധ മക്കളെ 2 അക്ഷരമാണ്. അത് ഖുർആൻ ഓതുമ്പോഴല്ലാത്തപ്പോഴും കട്ടിയാക്കി പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ മദ്രസയിൽ ചെന്നിട്ട് വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര പരാതിയാണ്, ഉസ്താദ് അടിക്കുന്നെന്ന്. ഉസ്താദ് അടിക്കുന്നെന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അടി കിട്ടുന്നത് അവർക്ക്? അവർ ഉസ്താദ്മാരെ നല്ലതായിട്ട് പഠിപ്പിക്കും, പക്ഷെ അവരെന്ത് ചെയ്യുന്നു? എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് തലയിൽ കയറത്തില്ല. അവരെന്തായി പഴയതുപോലെ തന്നെ ഇങ്ങനെ അവർക്ക് എന്താണോ അവരുടെ മനസ്സിൽ കിട്ടുന്നത് അത് മാത്രം അവർ ഉച്ചരിക്കും. നമ്മൾ വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. സ്കൂളിലാണെങ്കിൽ നമ്മൾ ടീച്ചർമാർ പഠിപ്പിച്ചിട്ട് വീട്ടിൽ വന്നാൽ നമ്മൾ എത്ര ഉറക്കം ഒഴിഞ്ഞിരുന്നാണ് ഹോംവർക്ക് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ഇതുവരെയെങ്കിലും നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് മദ്രസ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന മക്കളെ നമ്മൾ ഇതുപോലെ ശ്രമിച്ചിട്ടുണ്ട്? മക്കളെ ഇന്ന് ഉസ്താദ് എന്ത് പഠിപ്പിച്ച്, എന്താണെന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, ഖുർആൻ എന്നേരം ഓതിപ്പിച്ച്. അപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ മക്കളെ ഇത് നീ ഒന്ന് ഓതിപ്പിക്കണം. ഉസ്താദ് ഇന്ന് ഏത് സൂറത്താണ് ഓതിപ്പിച്ചത്? ആ ഓതുന്ന സൂറത്ത് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് മക്കളെ കൊണ്ട് ഓതിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് വരെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് ശ്രദ്ധ വന്നിട്ട് മക്കൾ അത് കട്ടിക്ക് പറയുന്നുണ്ടോ? സാക്കിന നൂനും തൻവീനും ഈ അക്ഷരങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അത് മണിച്ചും വെളിവാക്കിയതിൻ്റെ അടുത്ത് വെളിവാക്കിയൊക്കെ ഉച്ചരിക്കുന്നുണ്ടോ? പിന്നെ ഉസ്താദാണെങ്കിൽ മദ് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. മദ് മുകളിലത്തെ നേരെയുള്ള വര, അത് 4-5 വിരൽ മടക്കുന്ന അത്രയും ടൈം എടുത്ത് ആ കുട്ടികളത് നീട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാ ഉസ്താദന്മാരെ പരാതി നിങ്ങൾ വഴക്ക് പറയുന്നത്? ഒരു കാരണവശാലും ഉസ്താദന്മാരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. വീട്ടിലിരിക്കുന്ന മാതാവിനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. വീട്ടിലുള്ള ആണുങ്ങളാണെങ്കിൽ ജോലിക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് ദുനിയാവിലും ആഖിറത്തിലേക്ക് ഉള്ളതാ മക്കൾക്കുള്ള പിന്നെ ദുനിയാവും ആഖിറവും കിട്ടേണ്ട ഒരു മാർഗ്ഗമാണ് പരിശുദ്ധ ഖുർആൻ. അതിനെ നമ്മൾ ആദ്യം പഠിപ്പിക്കുക, പിന്നെ സ്കൂളിലെല്ലാം എടുക്കുക. അതിൽ തന്നെ ബർക്കത്തുണ്ടാവും, ഓർമ്മശക്തിയും കിട്ടും. ഖുർആൻ എന്തെങ്കിലും അസുഖം മക്കൾക്കുണ്ടെങ്കിൽ അസുഖം മാറിക്കിട്ടും. ഖുർആൻ ഷിഫയ്ക്കുള്ളതാണ്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളോട് കൂടിയാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ തന്നിരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? പിശാചിനെ നമ്മൾ ആറ്റാനുള്ള ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അതിലൊക്കെ ശ്രദ്ധകളുണ്ട്. ആ ശ്രദ്ധ ഒന്ന് ശ്രദ്ധിച്ച് ഓതാറില്ല, പിശാച് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഖുർആൻ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ടൻ്റായി എടുക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. ഇനിയെങ്കിലും പടച്ച റബ്ബിനെ ഓർത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മക്കൾ പഠിക്കാൻ വന്നിരുന്ന ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് 2 ചൊല്ലിയിട്ട് റബ്ബി സിദ്നി ഇൽമ ഇത് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് വേണം സ്കൂളിലേതായാലും മദ്രസ ഏതായാലും തുടങ്ങാൻ. അതുപോലെ മദ്രസയിൽ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് ഖുർആൻ ഓതിപ്പിച്ച ഒന്ന് ശ്രദ്ധിക്കുക. കൊച്ചു സൂറത്തെങ്കിലും എടുത്ത് നിങ്ങളൊന്ന് പ്രാക്ടിക്കലാക്കി വിടാം. നമുക്ക് മരിച്ച മക്കൾ നല്ല രീതിയിൽ ഒരു ഫാത്തിഹയെങ്കിലും വന്ന് ഓതുമല്ലോ. പടച്ച റബ്ബിനെ ഓർത്ത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അത് കേട്ടാ, ഞാൻ ഒരുപാട് പേരിൽ നിന്ന് എനിക്ക് പരാതി കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയാനായിട്ട് എന്തായാലും അക്ഷരങ്ങളും കൂടെ ഒന്ന് പരാതി എന്ന് പറഞ്ഞാൽ മറ്റൊരു പരാതിയല്ല, കുട്ടികളെങ്ങനെ ഉസ്താദന്മാരെ അടിക്കുന്നു, അതുകൊണ്ട് മദ്രസയിൽ പോകുന്നില്ല എന്നുള്ള പരാതി. നമുക്ക് ഇനി അത് തുടർന്ന് പോകാൻ പാടില്ലല്ലോ. അൽഹംദുലില്ലാ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ഇത് ഒരു സാലിയ അമലായി സ്വീകരിക്കുകയും ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ തൗഫീക്ക് ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ ഈസിയായിട്ട് ഇനി പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഒരൊറ്റ അക്ഷരം മതി നമ്മൾ 30 ജുസും ഓതുന്നതിന് വേണ്ടിയിട്ട്
അതിൽ തന്നെ ഫത്തഹും കസറും ഷെദ്ദും മദ്ദും എല്ലാം കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതിൽ ഞാൻ ശരിയാക്കി തരാം ഇൻഷാ അല്ലാഹ്. ഞാനിപ്പോൾ ഒരക്ഷരം അങ്ങ് എടുക്കും. മദ്ദും ഷെദ്ദും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരക്ഷരം എടുക്കുകയാണ്. ലാസ്റ്റ് അക്ഷരം എടുക്കുക. എന്താ? യാ. യാ. ഈ യാക്ക് ഫത്തഹ് കൊടുത്താൽ നമ്മൾ യാ എന്ന് പറയും. ഇനി യാക്ക് കസർ കൊടുത്താൽ ഈ എന്ന് പറയും, വമ്മ കൊടുത്താൽ യു എന്ന് പറയും, പിന്നെ സുക്കൂൻ കൊടുത്താൽ യു എന്ന് പറയും അല്ലേ. അതുപോലെ നീട്ടാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. അലിഫ്, യാ, വാവ്, ഐവാന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 3 അക്ഷരം മറക്കരുത്. അപ്പോൾ യാക്ക് നമ്മൾ ഷെദ് കൊടുത്താൽ ഈ 2 അക്ഷരമായി. ഇത് യാ ഒരക്ഷരം, യാക്ക് ഷെദ് കൊടുത്തപ്പോൾ 2 അക്ഷരം. ഇനി ഈ യാക്ക് ഒരു അലിഫ് കൊടുത്തപ്പോൾ യാ എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ യാക്ക് ഒരു മദ് കൊടുക്കുക. മദ്ദെന്ന് പറയുന്നത് നല്ലോണം ഒരു ലൈനാണ്. ഈ ലൈൻ ഇങ്ങനെ ലൈൻ കണ്ടാൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചോണം ഞാൻ നേരെയുള്ള ലൈൻ. ഇതൊക്കെ ഫത്തഹാണ്. ഇതൊക്കെ ഫത്തഹാകുമ്പം ചരിച്ചിടും, ഇങ്ങനെ ചരിച്ചിടും. ഇപ്പം ചരിഞ്ഞ് കിടക്കുന്ന ഫത്തഹ് നേരെ ഇങ്ങനെ കിടക്കുമ്പോൾ നേരെയുള്ള ലൈന് മദ്. ഇതാണ് ഒരു 4-5 ഹറക്കത്ത് നീട്ടുന്ന അത്രയും ടൈം എടുക്കണ്ട. യാ ഖുർആൻ പോകുമ്പോൾ ഞാൻ യാ അങ്ങനെ നീട്ടണം. ഇങ്ങനെ കിടക്കും ഖുർആനിൽ. യാ അയ്യുഹൽ കാഫിറൂൻ. കാഫിറൂൻ അങ്ങനെ കിടക്കും അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഓദിക്കേണ്ടത്? ആദ്യം ഈ ഡയറക്റ്റ് അടയിൽ നീളമുള്ള ഈ വര നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് 3-4-5 വിരൽ മടക്കുന്ന അത്രയും സമയം ഞാൻ എടുക്കണം. യാ അയ്യുഹൽ കാഫിറൂൻ. ഇനി നമ്മൾ യാ മദ് കൊടുക്കാതെ നീട്ടാതെന്ന് പറഞ്ഞു നോക്കിയേ. യാ നീട്ടാതെ പറഞ്ഞേ, യായുടെ മദ് കൊടുക്കാമെന്ന് പറഞ്ഞേ. യായുടെ മദ് കൊടുക്കാതെ മതി എങ്ങനെ ഇരിക്കും? അവർക്ക് പറയാം. യാ യു അൽ കാഫിറു, യാ യു അൽ കാഫിറൂൻ. മദ് കൊടുക്കാതെ പറഞ്ഞാൽ യാ യു അൽ കാഫിറു, യാ യു അൽ കാഫിറു. അവിടെ എന്തോ സംഭവിച്ചതെന്നറിയോ? എന്തോ സംഭവിച്ചേ? നമ്മൾ ഈ യായ നീട്ടി മദ് കൊടുത്തില്ല എങ്കിൽ ഹംസ് എങ്ങോട്ട് പോകുമെന്നറിയോ? ഹംസ് അങ്ങ് പോവും. യായു എന്നായി പോവും. അതാണ് ഈ മദ് ഇമ്പോർട്ടൻ്റ് ആണ്, ലാസിമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പിന്നെ ഈ മദ് പറയണം. ഈ ദീർഘാക്ഷരം എവിടെ ഖുർആനിൽ ഓരോ അക്ഷരങ്ങൾക്ക് ഇടയ്ക്ക് ഓരോ ആയത്തിൽ ഓരോ വേർഡിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കാണും. ഒരു വേർഡിനകത്ത് കാണും, 2 സെപ്പറേറ്റ് ആയിട്ട് കാണും. പിന്നെ ആണെങ്കിൽ ഒരു ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്ത് കാണും, ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇടയ്ക്ക് കാണും ചെറിയ ലൈൻ, അതിൻ്റെ മുകളിൽ ഒരു വാവായിട്ട് കാണും. അതിലൊക്കെ എത്ര ഹർക്കത്ത് നീട്ടണം എന്നുള്ളതാണ്. കുറേ നിയമങ്ങളുണ്ട് ഈ മദ്ദിനായിട്ടായി മദ്ദിന്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ സംഭവിക്കുന്നത് നമുക്കുള്ള ഈ ഹംസങ്ങ് അപ്രത്യക്ഷമായി പോവും. യാ യുൽ കാഫിറൂൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് മദ് പറയുമ്പം നീട്ടിക്കോളണം. 3-4 വിരൽ മടക്കുന്ന അത്ര. യാ അയ്യുഹൽ കാഫിറൂൻ. മനസ്സിലായ? അങ്ങനെ പറയണം. ഇപ്പോൾ ഈ ഒരക്ഷരത്തിൽ തന്നെ നോക്കിയാണ് എല്ലാം ഉൾപ്പെട്ട് അല്ലേ. പിന്നെ ആ ഹറക്കത്തൊന്നും കൂടെ ഞാൻ നീട്ടാനുള്ളതും കൂടെ ഈ തന്നെ കൊടുക്കാം. ഇപ്പോൾ സ്മാൾ ലെറ്ററാണ്. ഇപ്പോൾ യാ എന്ന് പറയുന്നത് നമ്മളിപ്പം ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതിയിരിക്കുന്നത്.
ഇംഗ്ലീഷിൽ മാത്രമല്ല, അറബിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അതുകൂടെ പഠിപ്പിച്ചു കൊടുക്കണം. ഇതിനെ ഞാൻ സ്മാൾ ലെറ്റർ ആക്കാൻ പോവുക. യാ. അപ്പോൾ യാ ക്യാപിറ്റൽ ലെറ്ററാണ്, സ്മാൾ ലെറ്റർ. ഇതാ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡോട്ടുകൾ, പുള്ളി, ഏതൊക്കെ അക്ഷരത്തിന് എവിടേക്കാണ് പുള്ളി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടത്. ക്യാമം വരെ പിന്നെ ഒരു കുഞ്ഞുങ്ങൾ അത് മറക്കില്ല. ഒരു വര കണ്ടാൽ മതി, അടിയിൽ 2 ഡോട്ടാണെങ്കിൽ ഉടനെ മനസ്സിലാക്കിക്കോളും യാ ആണെന്ന്. അതുപോലെ ഒരു തായ്ക്ക് ഒരു വര കണ്ടാൽ മതി, ഒരു ഇപ്പം ഒരുമിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നതിന് ഇങ്ങനെ ഈ 2 പുള്ളി ഡോട്ട് കണ്ടാൽ മനസ്സിലാക്കണം. കണ്ട 2 ഡോട്ട് താ ആണെന്ന് മനസ്സിലാക്കിക്കോളും. വേറെ ഒരു വര മാത്രമേ ഉള്ളൂ, ലൈൻ അല്ലേ. അതുപോലെ തന്നെ സാക്ക് ഇങ്ങനെ ഒരു വര മാത്രമാണ്. 3 ഡോട്ട് കണ്ടാൽ മനസ്സിലാക്കിക്കോണം അത് സാ ആണെന്ന്. ഡോട്ടാണ് ഇപ്പം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഡോട്ട്. അതുകൊണ്ട് ഈ ഡോട്ട് നല്ലതുപോലെ മനസ്സിലാക്കി ഏതൊക്കെ അക്ഷരത്തിന് എത്രയൊക്കെ ഡോട്ടാണെന്നുള്ളത്. ഇപ്പം ബായ്ക്ക് എവിടെ വന്നാലും നമ്മൾ ഇങ്ങനെ ഒരു വര കൊടുത്തിട്ട് അടിയിലൊരു അതിനിട്ട് കണ്ട ഇങ്ങനെ ഇപ്പം ഒരു വേർഡ് എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഡോട്ട് അടിയിലൊരു ഡോട്ടേ ഉണ്ടോ, അപ്പോഴും അത് മനസ്സിലാക്കിക്കോണം അത് ബാ ആണെന്ന്. ഒരു ഡോട്ടുള്ളത് ബാ ആയിരിക്കും. ഒറ്റ ലൈൻ മാത്രം കണ്ടാൽ മതി, അത് ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അർത്ഥ വ്യത്യാസം വന്നു പോകും. അപ്പോൾ ഈ ഒരു യായിൽ തന്നെ ഞാൻ നോക്കിയേ. അതുപോലെ തന്നെ ഇത് ഞാൻ ഒരക്ഷരം മാത്രം പറയുന്നത് 28 അക്ഷരങ്ങൾക്ക് ഇത് തന്നെയാണ് നിയമം. എല്ലാ അക്ഷരത്തിന് പത്തകും കസറും വമ്മും ഷെദ്ദും മദ്ദും ഒക്കെ തന്നെ വരുന്നത്. പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ പിന്നെ പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല. ഒരു അക്ഷരം പോലെ തന്നെ എല്ലാ അക്ഷരവും എഴുതി നോക്കണം. അപ്പോൾ ഞാൻ അത് സ്മാൾ ലെറ്റർ ആക്കട്ടെ. സ്മാൾ ലെറ്റർ ആക്കി. ഇനി ഞാൻ അതിനെ നീട്ടണം. എനിക്ക് യാ നീട്ടണം. ഞാനൊരു അലിഫ് കൊടുക്കുക. യാ എന്ന് പറയണം. ഉണ്ട്, അലിഫ് കൊടുത്താൽ യാ എന്ന് പറയണം. പിന്നെ അതിൻ്റെ മേലൊരു യാ എന്ന് പറയാൻ ഒരു ഹറക്കത്ത് കൊടുക്കണം. അപ്പോൾ യാ എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ഈ എന്ന് പറയണം. ഞാൻ ഒരു യാ എടുത്തിട്ട് എന്താ സ്മാൾ ലെറ്റർ എഴുതി, എന്നിട്ടൊരു യായും കൂടെ കൊടുത്തപ്പോൾ ഈ എന്താ. ഇനി എനിക്ക് യു എന്ന് പറയണം. ഉണ്ടോ, യു. വാവും കൂടെ കൊടുത്തപ്പോൾ എനിക്ക് യു എന്ന് പറയണം. യു എന്ന് എഴുതി എന്നിട്ട് ഒരു യു എന്ന് പറയണം. ഞാൻ വാവിടെ കൊടുത്തപ്പോൾ യു എന്ന് പറഞ്ഞ്. ഇത് തന്നെയാണ് ഖുർആനിൽ വരുന്നത്. ഇതുപോലെയാണ് ഖുർആൻ വരുന്നത്. അത് നമ്മൾ ചേർത്ത് എല്ലാ അക്ഷരം കൂടെ ചേർത്ത് ഇനി എല്ലാം കൂടുതലും സ്മാൾ ലെറ്ററായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിനാണെങ്കിൽ ഇങ്ങനെ ഇതാണ് അയിന്. നമ്മളിനെ എടുക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് മാത്രമേ എടുക്കണ്ട. ഇങ്ങനെ എടുക്കും. മീമിൻ്റെ അമൽ, മീമ് മാത്രം എടുക്കും. എന്നിട്ട് ലാമ് ചേർത്ത് എഴുതും. ഇങ്ങനെ എഴുതി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, വലിയവരും പഠിക്കുക. അമൽ ഉണ്ടോ. ഈ അയിനിൻ്റെ അങ്ങ് ഇത്രയും ഭാഗം കളയും. സ്മാൾ ലെറ്ററാകും. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സ്മാൾ ലെറ്റർ അങ്ങനെ എഴുതാറുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കാറ്. നമ്മൾ ഖുർആനിലും ഉണ്ട് സ്മാൾ ലെറ്റർ, വിഷമിക്കേണ്ട. ഉണ്ടോ. ഇതിൻ്റെ ഇത്ര എടുത്താൽ നേരം അയിന് അല്ലേ, അമൽ ഇങ്ങനെ വായിച്ച് ശീലിക്കണം. പിന്നെ ഇപ്പോൾ ലാമിനായാലും ലാമിനിപ്പോൾ ഒരു ലാ എന്ന് പറയണമെങ്കിൽ അടിയിൽ അകത്തൊരു വര കൊടുക്കണം. ലൂ എന്ന് പറയണമെങ്കിൽ ലാമിനോട് ചേർത്ത് ഇങ്ങനെ എഴുതാം. ലൂ ഉണ്ടോ, ലൂ ഇങ്ങനെ പറയാം. എളുപ്പ വഴിയാണ് ഖുർആൻ പഠിക്കാൻ. ഈ അക്ഷരങ്ങൾ നീട്ടാനുള്ള 3 ഐവ എന്നുള്ള ഈ അലിഫ് യാവ് വാവ് ശ്രദ്ധിച്ചുകൊണ്ടാൽ മാത്രം മതി. പിന്നെ ഈ മദ്ദെന്ന് പറയും, ഇതിന് മദ്ദെന്ന പേര് പറയാൻ, ദീർഘാക്ഷരത്തിന് ഇങ്ങനെ നീട്ടി പറയാൻ ഖുർആനിൽ കാണുമല്ലോ. ഇങ്ങനെ കിടക്കും, ഇങ്ങനെ ഇതുപോലെ കിടക്കും ഖുർആനിൽ മദ് നീട്ടാനുള്ളത്. പിന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കാണും ചെറുതായിട്ട് മദ് ഒക്കെ. ഒരുപാട് നിയമങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. എല്ലാ നിയമവും കൂടെ നിങ്ങളുടെ മനസ്സിലോട്ട് ആക്കി തന്ന് ഇത്രയും പഠിക്കുക. പിന്നെ ബാക്കിയുള്ള കുറേശ്ശെ പഠിക്കുക ഇൻഷാ അല്ലാഹ്. ഇപ്പം എന്ത് മനസ്സിലായി? ഷെദ് മനസ്സിലായി, 2 അക്ഷരമാണെന്ന്. മദ് വന്നാൽ നീട്ടണമെന്ന് മനസ്സിലായി. അലിഫ് ഒരക്ഷരത്തിന് അലിഫ് കൊടുത്താൽ യാ എന്ന് പറയണമെന്ന് മനസ്സിലായി. ഒരക്ഷരത്തിന് വാവ് കൊടുത്താൽ യൂന്ന്, യാക്ക് വാവ് കൊടുത്താൽ യൂ എന്ന് പറയണമെന്ന് മനസ്സിലായി. ഒരു യായും കൂടെ കൊടുത്താൽ ഈ എന്ന് പറയണമെന്ന് മനസ്സിലായി. അതുപോലെ 28 അക്ഷരങ്ങൾക്ക് അതുപോലെ തന്നെ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത്
അപ്പം ഷദ്ദും